നമസ്കാരം 5 തവണ ശുദ്ധപ്പെടുത്തൽ നിർബന്ധമാക്കിയ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് ഇന്നുവരെ വന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് പുണ്യനബി ഇത് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് ഒരു മതവുമില്ല. ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. കേട്ടോളൂ, ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കേട്ടോളൂ, എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഈ ഹദീസ് ഇപ്പോൾ പറയാൻ യോഗ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യവിശ്വാസിയല്ലാതെ അംഗശുദ്ധിയുടെ മേൽ നിലനിൽക്കുകയില്ല എന്ന് പുണ്യനബി. സത്യവിശ്വാസിയുടെ അടിത്തറയാണ് അവൻ സദാസമയവും അംഗസ്നാനം ചെയ്യും, വുളൂ ചെയ്യും. ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ വുളൂ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ആർക്കൊക്കെ വുളൂ ഉണ്ടോ ഈ സമയത്ത് മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ ശുദ്ധിയുള്ളവരുടെ മേൽ അള്ളാഹുവിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. എന്താ നിങ്ങൾ വിചാരിച്ചത്? ശുദ്ധി നമസ്കാരം പിന്നല്ലേ, ശുദ്ധപ്പെടുത്തിയാൽ തന്നെ ദോഷം. ഇങ്ങനെ പറഞ്ഞ ഒരു മതമുണ്ടോ മനുഷ്യരെ ലോകത്ത്? ഇങ്ങനെ എന്നിട്ട് എന്റെ മെഡിക്കൽ കോളേജിൽ നിറഞ്ഞ 90% മുസ്ലിമീങ്ങളായി എന്നത് കാരണം വീണിരു ഞങ്ങളെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദം. ഖുർആനിന്റെ മുസൽമാന്റെ കയ്യിൽ നിന്ന് വീണുപോയത് കൊണ്ടാണ്. ഖുർആൻ നിലനിൽക്കുന്ന ഒരു സമൂഹം അശുദ്ധമാവുകയില്ല. അവർക്ക് ഇങ്ങനെയുള്ള മാറാവ്യാധികൾ പിടിപെടുകയില്ല. ഇല്ല, മദീനയിൽ ഒരു മാറാവ്യാധിയുള്ള ഒരു ചരിത്രം പറയും. ലോക ചരിത്രത്തിൽ എന്തെങ്കിലും മദീനയിൽ ഒരു മാറാവ്യാധി ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും പേർഷ്യയിൽ നിന്ന് ചില ആളുകൾ മദീനയിൽ വന്ന് താമസിച്ച സംഭവം സാദുൽ മആദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. റഹ്മത്തുള്ളാഹി പറയുന്നു, ഹാഫിദ് ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ പറയുന്നുണ്ട്, ഒരു സംഘം ആളുകൾ പേർഷ്യയിൽ നിന്ന് മദീനയിൽ വന്ന് താമസിച്ചു. കുറെ കാലം ജീവിച്ചിട്ടും പേർഷ്യയിലുള്ളതുപോലെയുള്ള മാറാവ്യാധികളൊന്നും മദീനയിൽ കണ്ടില്ല. അവർ അത്ഭുതം കൂടി, എന്തേ മദീനക്കാരി എന്തുകൊണ്ട്? അവസാനം അവര് മനസ്സിലാക്കി, മദീനക്കാർ ജീവിക്കുന്നത് ഖുർആനും ഹദീസും കൊണ്ടാണ്. ഖുർആനും ഹദീസും കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിൽ മാറാവ്യാധി ഉണ്ടാവില്ല. ചിന്തിക്കണം. ഈ സംഭവം ഈ സംഭവം തന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയതാണ്. റഹ്മത്തുള്ളാഹി മൗലവിയുടെ വകയല്ല. ഹാഫിദ് ഇബ്നുൽ ഖയ്യിം ഈ സംഭവം തന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയതാണ്. ഖുർആൻ ഹദീസ് കൊണ്ട് ആര് ജീവിക്കുന്നു അവർക്ക് രോഗം ഉണ്ടാവുന്നത് എങ്ങനെ? സംഭവിച്ചെന്താണെന്നറിയോ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആൻ കേവലം സ്ഥൂലമായ അക്ഷരങ്ങളായി മാറി. അത് ജീവിതത്തിൽ പകർത്തുന്നതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പുറകോട്ട് പോയി. അതില്ല നമ്മളെ കയ്യിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നഞ്ചകത്തെ വരേണ്ട ഖുർആൻ ഇല്ല. നമ്മൾ ഇന്ന് മറ്റുള്ളവരെങ്ങനെ പഠിക്കും? മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട. കുന്തും ഖൈറ ഉമ്മ, പറഞ്ഞേക്ക് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അത് ചിന്തിക്കണ്ടേ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. മാനവ സമൂഹത്തിന് 2 ലോകവും പഠിപ്പിക്കേണ്ട സമൂഹം മുസ്ലിമീങ്ങൾ. അങ്ങനെയാണ് തുബ്ബുൻ നബവി, പ്രവാചക വൈദ്യം എന്നതൊരു ശാസ്ത്രമാണ്. എന്തിനൊക്കെയാണ്? മരുന്നില്ലാത്ത വിഷയം ഇല്ല. എല്ലാത്തിനും പ്രവാചക വൈദ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. പുണ്യനബി ലോകം കണ്ട മഹാഭിഷഗ്വരനാണ് മുഹമ്മദ് നബി. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അന്നഹ്ലു, തേനീച്ച എന്നാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, സർവ്വരോഗത്തിന്റെയും ശമനം. എന്തിനും ശമനം. കൊളസ്ട്രോള് എന്തിനും പരിഹാരം. ഒരു അധ്യായത്തിന്റെ പേരാണ് എന്ത്? തേനീച്ച. ഒരധ്യായം. ഖുർആനിലെ 114 അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായത്തിന്റെ പേര്. സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ അധ്യായമില്ല, ഖലീഫ ഉമറിന്റെ പേരിൽ അധ്യായമില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പേരിൽ അധ്യായമില്ല, അലി ബിൻ അബി ത്വാലിബിന്റെ പേരിൽ അധ്യായമില്ല. എന്നാൽ തേനീച്ചയുടെ പേരിൽ അധ്യായമുണ്ട്. കാരണം അത് മനുഷ്യന് ശമനം നൽകുന്നതും ആരോഗ്യം നൽകുന്നതുമാണ്. അത് മനുഷ്യർക്ക് നൽകുന്ന മനോഹരമായ
മനോഹരമായ ആ ഒരു അതിൻ്റെ തേൻ മധു അത്രയും മനോഹരമാണ്. ചിന്തിക്കും, എല്ലാം ആരോഗ്യ സംബന്ധിയാണ്. സത്യവിശ്വാസിയല്ലാതെ ആ ശരീരശുദ്ധിയുടെ മേൽ അംഗസ്നാനത്തിന്റെ മേൽ നിലനിൽക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഒരാൾ ഒന്നു പറയുമ്പോഴത്തിന് വീണ്ടും ഒന്നും എടുക്കും. നിങ്ങൾക്കറിയോ ഒരു സംഭവം? ഒരു ദിവസം സുബഹയ്ക്ക് ധൃതിപ്പെട്ട് വന്നിട്ട് ബിലാലിനോട് ചോദിക്കാണ്, ബിലാലെ അയ്യോ അമലിൽ അമൽ തഹോഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വന്നിട്ട് നീ എന്ത് അമലാണ് ഇത്ര വലിയ അമൽ ചെയ്തത്? ഇന്നലെ രാത്രി ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ എന്റെ മുന്നിൽ നടക്കുകയാണല്ലോ. മനസ്സിലാവണുണ്ട ഈ ഒരു ഹദീസ് പോലെ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പുണ്യനബി ഇതൊന്ന് ചിന്തിക്കും. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലും. പുണ്യനബി അതിരാവിലെ ധൃതിപ്പെട്ട് പ്രഭാത നമസ്കാരത്തിന്, സുബഹ നമസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ട് ബിലാലിനോട് ചോദിക്കുക, ബിലാലെ അയ്യോ അമലിൽ അമൽ തഹൂഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വന്നിട്ട് നീ ഇത്ര വലിയൊരു അമൽ എന്താ ചെയ്തത്? എന്ത് സേവന ഇസ്ലാമിൽ വന്നിട്ട് ഇത്ര പ്രധാനപ്പെട്ട ഒരു സേവനം നീ ചെയ്തത്? എന്താ ബിലാല്, എന്താ നീ ചെയ്തത് എന്ന് ചോദിച്ചു. ഇസ്ലാമിൽ വന്നിട്ട് നീ ഇസ്ലാമിൽ വന്നിട്ട് നീ ചെയ്ത ഏറ്റവും വലിയ അമൽ ഏതാണ്? എന്റെ അമൽ എത്ര വലിയ ചെയ്തു? എന്റെ നബിയെ ബിലാൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ എന്റെ സ്വർഗത്തിൽ നിങ്ങൾ എന്റെ മുന്നിൽ നടക്കുകയാണല്ലോ. ഇന്നലെ രാത്രി നിങ്ങൾ സ്വർഗത്തിൽ എന്റെ മുന്നിൽ, നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത്ര മുന്നിലാണ് നിങ്ങൾ എന്റെ മുന്നിൽ ഓടുന്നത്. എന്താ നിങ്ങൾ ഇത്ര വലിയ അമൽ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല നബി, ഞാൻ അത്ര വലിയ അമലൊന്നും ചെയ്തത് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇല്ല, എന്തോ ഉണ്ടാവും. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഉണ്ടാകാൻ അങ്ങനെ വരില്ല. അപ്പോൾ പറഞ്ഞു, എപ്പോഴെല്ലാം എന്റെ അംഗസ്നാനം മുറിഞ്ഞുവോ, എന്റെ ഉളൂഇന്റെ ശുദ്ധി നഷ്ടപ്പെട്ടുവോ, ഉടനെ പോയി ഞാൻ ഉളൂ ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യുന്ന അമലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, അതാ ബിലാൽ, ശരി അതുകൊണ്ട് ശുദ്ധിയുണ്ട്. എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അശുദ്ധിയുടെ രോഗങ്ങൾ ഉണ്ടാവും? ശുചിത്വമില്ലായ്മയുടെ രോഗം എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുക? ഉണ്ടാകും എപ്പോൾ മുസ്ലിമീങ്ങളിൽ ഖുർആനും ഹദീസും ഇല്ലാതെയായ. നിങ്ങൾ ചിന്തിക്കണം. സ്വർഗത്തിൽ മുഹമ്മദ് നബിയുടെ മുന്നിൽ നടത്തുന്നല്ല പറഞ്ഞത്. അലങ്കാരിക പ്രയോഗമാണെങ്കിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കണം. ഒരാൾ വുളൂ ചെയ്തു, എന്നിട്ട് വുളൂഇനെ അയാൾ പരമാവധി അയാൾ കൂട്ടി ഒന്ന് ഉഷാറായി വുളൂ ചെയ്തു. വുളൂവിന് കൈയിനൊക്കെ നീട്ടി കഴുകി, കൈയും കാലൊക്കെ നീട്ടി കഴുകി, എന്നിട്ട് വുളൂഇന്റെ പ്രാർത്ഥന കൂടി അയാൾ ചൊല്ലിയാൽ ഒരാള് ശരീര ശുദ്ധീകരണം നടത്തിയിട്ട് അതിന്റെ പ്രാർത്ഥന കൂടി ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 വാതിൽ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശുചിത്വം മതത്തിന്റെ ഭാഗമാക്കിയ ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം പോലെ വേറെ കാണുക സാധ്യമല്ല. എട്ട് വാതിലുകൾ, സ്വർഗത്തിന്റെ വാതിലുകൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് അതിന്റെ ഏത് വാതിലൂടെയും അയാൾക്ക് ഉള്ളിൽ പ്രവേശിക്കും. മനസ്സിലായില്ലേ? അതായത് എന്ത് ചെയ്താൽ മതി? നിത്യമായി എന്ത് ചെയ്യാം? അംഗസ്നാനം ചെയ്യാം, അത് വൃത്തിയാക്കി ചെയ്യാം. ഇതുവരെ ചെയ്യരുത്. വുളൂ ചെയ്യുമ്പോൾ കുറച്ചും കൊണ്ട് നീട്ടി കയറ്റി ഇവിടെയൊക്കെ കഴുകുക, എല്ലായിടത്തും കഴുകി വൃത്തിയാക്കി ചെയ്താൽ, എന്നിട്ട് അതിന്റെ പ്രാർത്ഥന കൂടി ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ അയാൾക്ക് വേണ്ടി തുറക്കും. അതിനേത് വാതിലൂടെയും അയാൾക്ക് പ്രവേശിക്കാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല, പറയട്ടെ ഒന്നുകൂടെ. ഹബീബായ നബി പറഞ്ഞു, ഹബീബായ മുഹമ്മദ് നബി, എന്റെ അനുയായികൾ അന്ത്യനാളിൽ വരുമ്പോൾ പിന്നീട് ഒരിക്കലും ദാഹം വരാത്ത മനോഹരമായ മധുവിന്റെ അക്ഷയാക്ഷയമായ മധുവായ കൗസറിന്റെ പാനീയം അല്ലാഹു അവർക്ക് നൽകാൻ എനിക്ക് അനുവാദം നൽകുമെന്ന് പുണ്യനബി. ഞാൻ എൻ്റെ അനുയായികൾ അന്ത്യനാളിൽ വരുമ്പോൾ ഞാൻ അവർക്ക് കൗസറിന്റെ പാനീയം കൊടുക്കും.
മഹ്ശർ എന്ന വിശാലമായ ദിവസത്തിൽ നാളെ പാരത്രിക ലോകത്ത് എന്ന് പുണ്യനബി. അപ്പൊ അനുയായികൾ ചോദിച്ചു, നബി നിങ്ങളെ അനുയായികൾക്ക് വെള്ളം കൊടുക്കുമെന്നോ, പാനീയം കൊടുക്കുമെന്നോ, കൗസർ കൊടുക്കുമെന്നോ? അതെങ്ങനെ? ഞങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമെന്ന് വിചാരിക്കാം, എന്നാൽ നിങ്ങൾക്ക് ശേഷം വരുന്ന ജനതയെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? തിരിച്ചറിയാതെ എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കുക? പുണ്യനബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തി യൗമൽ ഖിയാമ ഹുർറും മുഹജ്ജലൂൻ, എൻ്റെ അനുയായികൾ അന്ത്യനാളിൽ കൈയും കാലും അവയവങ്ങളുമൊക്കെ പ്രകാശിക്കുന്നവരാണ്. അല്ലാഹു അതിൽ നമ്മളെ പെടുത്തട്ടെ. എന്തുകൊണ്ടാ കൈകാലുകളും മുഖവുമൊക്കെ എല്ലാ അവയവങ്ങളും പ്രകാശിക്കുന്നവരാണ്? എന്തുകൊണ്ട്? മിനാസാരിൽ വുളൂഇന്റെ അടയാളം, അംഗശുദ്ധിയുടെ അടയാളമാണെന്ന്. ശുചിത്വവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഇത് പറയാവുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം അല്ലാതെ ലോകത്ത് ഇല്ല. അതുകൊണ്ട് എന്റെ അനുയായികളെ അന്ത്യനാളിൽ ഉറം മുഹജ്ജലീനാണ്. എന്റെ അനുയായികളെ അന്ത്യനാളിൽ കൈകാലുകളും മുഖവും പ്രകാശിക്കുന്നവരെന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് ആർക്കെങ്കിലും സ്വന്തം അവയവങ്ങൾ കൊന്നുകൂടി നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ അവർ കഴുകട്ടെ എന്ന് പുണ്യനബി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പ്രാധാന്യം കൂടി പറയാം. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ വുളൂ ചെയ്താൽ, ഫവസല വജ്ഹഹു, എന്നിട്ട് അയാൾ മുഖം കഴുകിയാൽ, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയ നദറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ കണ്ണുകൊണ്ട് ഒരാൾ മുഖം കഴുകിയാൽ, അംഗസ്നാനം ചെയ്യുന്ന നേരത്തെ മുഖം കഴുകിയാൽ ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയ, എല്ലാ ദോഷങ്ങളും അവന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടും. നദറ ഇലൈഹാ ബിഐനൈഹി, കണ്ണുകൊണ്ട് ദോഷം ചെയ്ത എല്ലാ ദോഷങ്ങളും മുഖം കഴുകുന്നതോടുകൂടെ ഇല്ലാതെയാകുമെന്ന് പുണ്യനബി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തി. അവസാനത്തെ വെള്ളത്തുള്ളി വീഴുന്നതോടുകൂടെ അവസാനത്തെ ദോഷവും മുഖത്ത് നിന്ന് പോകുമെന്ന് പുണ്യനബി. എല്ലാ ദോഷങ്ങളും അവന്റെ കൈകളിൽ നിന്ന് പുറപ്പെടും. കൈകൊണ്ട് പിടിച്ച ദോഷമെല്ലാം കൈ കഴുകുന്നതോടുകൂടെ പോകും. അവസാനത്തെ വെള്ളം തുള്ളി പോകുന്നതോടുകൂടെ അതും കാലുകൊണ്ട് നടന്നുപോയ എല്ലാ ദോഷവും ആ കാല് കഴുകുന്നതോടുകൂടെയും നഷ്ടപ്പെട്ടു പോകുമെന്ന് പുണ്യനബി. എണീക്കുന്ന നേരത്ത് ദോഷമില്ലാതെ അവന് പുറത്തു വരാൻ കഴിയുമെന്ന് മുഹമ്മദ് നബി. വിശദീകരിക്കുന്നില്ല, പറഞ്ഞാൽ ഒരുപാടുണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അംഗസ്നാനം നോക്കൂ, പ്രധാനപ്പെട്ട, നിങ്ങൾ ചിന്തിക്കും, ഇതൊന്നും പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് വേറെ ഇല്ല. നോക്കൂ, ശാരീരിക രോഗത്തിന്റെയും പല്ലിന്റെ രോഗത്തിന്റെയും ആമാശയ രോഗത്തിന്റെയും അടിത്തറയാണ്, കാരണത്തിന്റെ അടിത്തറയാണ് ദന്തശുചീകരണം. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാക്കുന്നില്ലേ? ആമാശയം, അതുപോലെ തന്നെ വായനാറ്റം, മറ്റു ദന്തം, എല്ലാത്തിൻ്റെയും അടിത്തറയാണ് വായ ശുചീകരണം. ഇതിൻ്റെ ഒരു നിയമം എത്രയാണ്? ഒരു നിലക്ക് എല്ലാ രോഗത്തിൻ്റെയും അടിത്തറയാണ് ഈ ദന്തശുചീകരണം. അതില്ലാതെയായാൽ ഹബീബാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അനശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്. എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ നേരത്തും അവർ മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ അവരോട് നിർബന്ധിക്കുമായിരുന്നു. അൻദ കുല്ലി സ്വലാ, ഒരു നമസ്കാരത്തിന് ഒരു മിസ്വാക്ക് നിർബന്ധത്തോടടുത്ത സുന്നത്താണ്. മനസ്സിലായില്ല? ഞാൻ ലൗലാ അനശുഖ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് അത് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഞാൻ മാറിയതാ. ഒരു ദിവസം മാത്രം പല്ല് തേച്ച് നടക്കുന്ന ആളുകളും ഒക്കെ കൂട്ടത്തിൽ ഇങ്ങോട്ട് പറയൂ, ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, അവരെ കൂടെ പരിഗണിച്ചിട്ട് ഞാൻ തൽക്കാലം മാറ്റിയേ ഉള്ളൂ. ലൗലാ, ഇത് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ ലോകത്തുണ്ടോ ഒരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ? ലൗലാ അനശുഖ അലാ ഉമ്മത്തി
ലഅമർതുഹും ബിസ്സിവാക്. മുസൽമാന് പല്ല് രോഗമുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായത് എന്തുകൊണ്ടെന്നറിയോ? അവൻ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കണം. എത്രയായ വിഷയത്തിൽ السواك مطهرة للفم ومرضاة للرب. നസായി രേഖപ്പെടുത്തിയ ഹദീസ്. ഹബീബായ നബി പറഞ്ഞു, ഉറക്കവരൂ പുണ്യനബി ദന്തശുചീകരണം എന്ന് പറയുന്നത് മത്ഹറത്തുൽ ഫമി, വായെ വൃത്തിയാക്കുന്നത് മാത്രമല്ല, വമർളാത്തുൽ റബ്ബി, അല്ലാഹുവിന് ഏറ്റവും തൃപ്തി വരുത്തുന്നതുമാണ്. മിസ്വാക്ക് ചെയ്യുന്നവനോടാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ താല്പര്യം. ദന്തശുചീകരണം വമർളാത്തുൽ റബ്ബ്. നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ. തുർമദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അർബഉ മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യം പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. ഇത് ചെയ്യാത്ത പ്രവാചകന്മാർ ഇല്ല. അൽ ഖിതാനു, ഒന്ന് ചേലാകർമ്മം, ഒന്ന് അത്തഅത്തുറു. മനസ്സിലാവുന്നുണ്ടോ? അതായത് താൻ ജീവിക്കുന്ന പരിസരം പോലും, തൻ്റെ വാസന പോലും ഏറ്റവും മനോഹരായിരിക്കും. ഇത്ര പെർഫ്യൂംഡായ ഒരു ബോഡി മുഹമ്മദ് നബിയെ പോലെ ഉണ്ടായിട്ടില്ല. കേട്ടോളൂ, നിങ്ങൾ പലരുണ്ടാവുമല്ലോ ഈ സദസ്സിൽ, കേട്ടോളൂ. ഇസ്ലാമിനെ അറിയാൻ വേണ്ടി വന്ന സഹോദരങ്ങൾ ഉണ്ടാവാം. ഞാൻ വിനയത്തിൽ ഈ മതത്തിനൊന്ന് പഠിക്കാൻ എൻ്റെ സഹോദരങ്ങളോട് ആവശ്യപ്പെടുക. ഈ മതത്തിനൊന്ന് പഠിക്കണം. അത് അങ്ങാടികളിലെ ബഹളങ്ങളിൽ നിന്ന് പഠിച്ചാൽ പോരാ, ഈ മതത്തിനെ പഠിക്കുമ്പോൾ ഒന്ന് പഠിക്കണം. എന്താ ഈ മതം? കേട്ടോളൂ. കേട്ടോളൂ. ഇതിൽ നിന്ന് പരിസര വൃത്തിയുടെയും ശുചിത്വത്തിന്റെയും ആ ഒരു രീതി ഇസ്ലാമിൽ എന്താണെന്ന് മനസ്സിലാക്കാം. കേട്ടോളൂ. കാന റസൂലുള്ളാഹി യസ്രിഫു ലിത്വയ്ബി അക്തറ മാ യസ്രിഫു ലിത്വആമി. കേട്ടോളൂ. എല്ലാവരും ഈ ഹദീസ് കേൾക്കാതെ ഒരാളും ഈ ഹാളിൽ ഉണ്ടാവരുത്. കാര്യത്തിന്റെ അടിത്തറയാണ് ഈ ഹദീസ്. കാന റസൂലുള്ളാഹി യസ്രിഫു ലിത്വയ്ബി അക്തറ മാ യസ്രിഫു ലിത്വആം. ഭക്ഷണം വാങ്ങാൻ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ മുഹമ്മദ് നബി പെർഫ്യൂം വാങ്ങാൻ ചെലവഴിക്കുമായിരുന്നു. സ്വഹീഹ് മുസ്ലിം. എന്താ പറഞ്ഞത്? ഇങ്ങനെയുണ്ടോ? എന്താ പറഞ്ഞത്? ഇത് ഇസ്ലാമാണ്. കാന, എന്തൊരു ഹദീസാണ്! നമ്മളെ പോലെ വയറ് ചാടിയ കേരളക്കാരനൊന്നുമായിരുന്നില്ല മുഹമ്മദ് നബി. നമുക്കിന്ന് പെർഫ്യൂം ഒന്നുമല്ല വിഷയം. കാന യസ്രിഫു ലിത്വയ്ബി, കാന യസ്രിഫു ലിത്വയ്ബി അക്തറ മാ യസ്രിഫു ലിത്വആം. ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ മുഹമ്മദ് നബി പെർഫ്യൂമിന് ചെലവാക്കിയിരുന്നു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. എന്തായി പറയുന്നു? ഇത് പറയാനൊരു മുഹമ്മദ് നബി അല്ലാതെ ലോക ചരിത്രത്തിൽ ആരാണ് വന്നത്? മനുഷ്യരെ, നിങ്ങൾക്ക് ഈ മതമൊന്ന് പഠിച്ചുകൂടെ? ഇങ്ങനെയുണ്ടോ ഒരു പ്രത്യേക? ഇങ്ങനെയുണ്ടോ ഒരു ലോകത്തെ ഒരു മഹാപുരുഷൻ? ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടോ? കാന യസ്രിഫു ലിത്വയ്ബി അക്തറ മാ യസ്രിഫു ലിത്വആം. ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സംഖ്യ സുഗന്ധത്തിന് ചെലവാക്കിയവനാണ് മുഹമ്മദ് നബി. അനസ് റളിയല്ലാഹു അൻഹു തന്റെ 100ാമത്തെ വയസ്സിൽ പറയുന്നുണ്ട്, എന്റെ 20ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരനാ. ഒരിക്കൽ എന്റെ കവിളിൽ ഇങ്ങനെ തലോടിയത് ഇപ്പോഴും എന്റെ കവിളിലുണ്ട്. 80 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, 80 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, എന്റെ കവിളില് 80 ചില്ലാനം കൊല്ലം മുഹമ്മദ് നബി ഇങ്ങനെ തലോടിയത് ഇപ്പോഴാ വാസന എന്റെ മൂക്കിൽ വരുന്നുണ്ട്. ഒരു അത്തർ കച്ചവടക്കാരന്റെ സഞ്ചിയിൽ നിന്ന് പുറത്തെടുത്ത വസ്തു പോലെ ഉണ്ടായിരുന്നു. അത്രയും പെർഫ്യൂംഡാണ് മുഹമ്മദ് നബിയുടെ ശരീരം. പെർഫ്യൂംഡാണ്. പിന്നെങ്ങനെ ഈ സമുദായം ഇങ്ങനെ നാശായത്? എങ്ങനെ? മെഡിക്കൽ കോളേജിൽ പോവാൻ തന്നെ പാടില്ല, ഒരു ക്ലിനിക്കിലേക്ക് പോകാൻ പാടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, എന്തോ എനിക്കറിഞ്ഞുകൂടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് മുസ്ലിമീങ്ങളുമാണ്. എന്താ അങ്ങനെ ആയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം എനിക്കറിയാം, ഖുർആനും ഹദീസും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അല്ല
അല്ലെങ്കിൽ ചരിത്രത്തിൽ വന്ന ബഹളത്തിനിടയിൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നതിൽ നിന്ന് പണ്ഡിതന്മാർക്കും വേണ്ടത്ര സമയം കിട്ടാത്തത് കൊണ്ടുമാവാം. അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബഹളങ്ങൾക്കിടയിൽ ആ ഒരു സമഗ്രമായ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ നേരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ചിന്തിക്കണം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ മിന സുനനിൽ മുർസലീന അൽ ഖിതാനു വത്തഅത്തുറു വസ്സിവാഖു, മിസ്വാക്ക് ചെയ്യാം, പ്രവാചക ചര്യയാണ്. വന്നിക്കാഹ്, ബാച്ചിലറായ നബിയില്ല. വന്നിക്കാഹ്, എല്ലാ പ്രവാചകന്മാരും വിവാഹം ചെയ്തിട്ടുണ്ട്. വിവാഹം ഇനിയും വിവാഹം ചെയ്യാൻ ആളുണ്ട്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഇനി വന്ന് വിവാഹം ചെയ്യും. വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ഒരു ഹദീസ് പറയാം. ത്വബറാനി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മാസാല ജിബ്രീലു യൂസീനി ബിസ്സിവാക്കി, ജിബ്രീൽ വരുമ്പോഴെല്ലാം എന്നോട് ദന്ത ശുചീകരണം പറയുമായിരുന്നു. ഹത്താ ഖിഫ്തു അലാ റാസി, ഞാൻ എൻ്റെ പല്ല് കൊഴിഞ്ഞാടി പോകുമോ എന്ന് പേടിച്ചു പോയി. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്നോട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴൊക്കെ എന്നോട് പറയും, എല്ലാ ആയത്ത് കൊടുത്തിട്ട് ഒരു വട്ടം പറയും, മുഹമ്മദ് നബിയെ ആ ദന്ത ശുചീകരണത്തിന്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയണേ എന്ന് പറയും. എന്റെ ഇങ്ങനെ ആ പല്ല് തേച്ചാൽ എന്റെ പല്ല് കൊഴിഞ്ഞാടി പോകുമോ എന്ന് പോലും ഞാൻ പേടിച്ചു. ഇമാം തുബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇബ്നു മാജയുടെ വേറൊരു ഹദീസ് പറയാം. ഇന്നൽ അബ്ദാന അലീൻ ഖാല റസൂലുള്ളാഹി ഇന്നൽ അബ്ദ ഇദാ തസവക, ഒരാൾ മിസ്വാക്ക് ചെയ്തു, ദന്ത ശുചീകരണം നടത്തിയാൽ, വായ ശുചീകരണം നടത്തിയാൽ, സുമ്മ ഖാമ, പിന്നെ അയാൾ എണീറ്റ് യുസല്ലി, അയാൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം ഹദീസാണ്, ശ്രദ്ധിക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. ഒരാൾ വായ ശുചീകരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഖാമൽ മലക്കു ഖൽഫഹു, മലക്ക് വന്നിട്ട് അവന്റെ പിന്നാലെ തുടരും. എന്നിട്ട് അവന്റെ ഓത്ത് മലക്ക് ശ്രദ്ധിച്ചു കേൾക്കും. അവനോട് മലക്ക് പരമാവധി അടുത്തു നിൽക്കും. മലക്കിന്റെ വായ അള്ളാഹുവിന്റെ മാലാഖയായ അള്ളാഹുവിന്റെ മലക്ക് ഈ മാലാഖ തന്റെ വായിനെ ഈ നമസ്കരിക്കുന്നവന്റെ വായിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യും. അടുത്ത് വെക്കും, അവന്റെ വായിലേക്ക് അടുത്ത് ചേർത്ത്. فما يخرج من فيه شيء من القرآن إلا صار في جوف الملك. ഒരക്ഷരം ഖുർആൻ ഇവന്റെ വായിൽ നിന്ന് ചാടുമ്പോഴത്തിന് അത് വീഴുന്നു. ആര്? മലക്ക് സൂക്ഷിക്കും. എന്നിട്ടത് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കയ്യിൽ സമർപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? വായ ശുചീകരണം നടത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്ന് പുണ്യനബി ഈ ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസ് കൂടി പറയാം ഈ വിഷയം. ഇനിയും പറയാണ്ട് ഒരുപാട്. ഇനി പറയാം. പഴയകാലത്തെ ആളുകൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. മിസ്വാക്ക് എപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പഴയ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാവും, മിസ്വാക്ക് ഉണ്ടാവും. പഴയകാലത്തെ ആളുകൾക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. അറബികൾ ഇപ്പോഴും ആ നന്മ തുടർത്തി പോരുന്നുണ്ട്. അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറാഖ്. സൈത്തൂൻ കൊമ്പിന്റെ ഉണങ്ങിയതാണ് അറാഖ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തത് വളരെ ബർക്കത്തായ വൃക്ഷമാണ് സൈത്തൂൻ. അതിന്റെ കൊമ്പ് മിസ്വാക്കായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് വളരെ വായിന് വളരെ മനോഹരമാണ്. വായ ശുചീകരണം നടത്തിയിട്ട് നമസ്കരിക്കുക എന്നുള്ളതിന്റെ ശ്രേഷ്ഠത. വായ ശുചീകരണം നടത്താത്ത നമസ്കാരത്തെക്കാൾ വായ ശുചീകരണവും ദന്ത ശുചീകരണവും നടത്തിയിട്ടുള്ള നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത 70 ഇരട്ടി. ഒരുപാട് സ്ഥലത്ത് ഒരാൾ വായ ശുചീകരണം നടത്തിയിട്ട് നമസ്കരിക്കുക എന്നതിന്റെ ശ്രേഷ്ഠത 70 ഇരട്ടിയാണ്. 70 ഇരട്ടി ശ്രേഷ്ഠതയാണ് വായ ശുചീകരണം നടത്താത്ത നമസ്കാരത്തേക്കാൾ എന്ന് പുണ്യനബി. ഞാൻ വിശദീകരിക്കില്ല, അത് പറഞ്ഞാൽ എത്രത്തോളം പറഞ്ഞാൽ പല്ല് നിങ്ങൾ ബെഡ നോക്കിയിട്ട് അതിന്റെ ഇടയിൽ ഒരു ഭക്ഷ്യാംശം പോലും ഇല്ലാതെ ശ്രദ്ധിച്ച് നിങ്ങൾ പല്ല് ശുദ്ധീകരിക്കണം. എന്തുകൊണ്ട്?
അന്നഹു ലൈസ ശൈഉൻ അശദ്ദ അലൽ മലക്കൈനി, മലക്കിന് ഏറ്റവും ദേഷ്യമായ ഒരു കാര്യം വേറെയില്ല. മിൻ അയ്യറയാ, അവന്റെ ഇവിടെയും ഇവിടെയും രണ്ട് മലക്കുകൾ ഉണ്ടാവും. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ, ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ഹദീത്തൊക്കെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, ഈ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ദന്തശുചീകരണം, വായ ഇസ്ലാമിന്റെ ഭാഗമാവുക. ഓരോ പാർട്സുകളും ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാഗം നോക്കൂ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മാമിൻ ശൈഇൻ വഇന്നഹു വഅന്നഹു ലൈസ ശൈഉൻ അശദ്ദ അലൽ മലക്കൈൻ, ഇവിടെയും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീർ, ഇവിടെയും മലക്കുകളുണ്ട്. ഈ മലക്കിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യവും ഇല്ല. മിൻ അയ്യറയാ ബൈന അസ്നാനി സാഹിബിഹിമാ തുആമാ, അവർ ആരുടെ ചുമലിൽ നിൽക്കുന്നോ അയാളുടെ പല്ലിന്റെ വിടവിൽ ഭക്ഷണം കാണുന്നതിനേക്കാൾ ദേഷ്യമുള്ള ഒരു കാര്യം മലക്കിന് വേറെയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ശുചീകരിക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. വളരെ എന്താ ഇനി പറയേണ്ടത്? ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് എങ്ങനെ നാശങ്ങൾ ഉണ്ടാവും, എങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാവുക, എങ്ങനെയാണ് അവർക്ക് അള്ളാഹുവിന്റെ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കും. അൽ ഗുസ്ലു വാജിബുൻ, കുളി എന്ന് പറയുന്നത് നിർബന്ധമാണെന്ന് മുഹമ്മദ് നബി. ജനാബത്തായാൽ നിർബന്ധം മതപരമായ ഭാഗം. അങ്ങനത്തെ ഒരു സമൂഹ ലോകത്തില്ല. നിർബന്ധം അങ്ങനെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ശയിച്ചാൽ പിന്നെ അന്നസ്നാനം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിയമമാണ്. അങ്ങനെയെങ്കിലും ചെയ്യണം. കുളി ഏറ്റവും പ്രധാനമാണ്. കുളിക്കുന്നത്, താമസിക്കുന്നത്, കുളി താമസിപ്പിക്കുന്നത് മലക്കുകൾക്ക് ദേഷ്യമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് ഒരു ദിവസത്തെ അര ദിവസത്തെ പണി കൊണ്ട് ഒരു കൊല്ലത്തെ കൂലി ലഭിക്കുന്ന ഒരു കാര്യം പുണ്യനബി പറഞ്ഞു. ഒരു അര ദിവസത്തെ പണി കൊണ്ട് ഒരു കൊല്ലത്തെ കൂലി ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കും കേട്ടോ, ശ്രദ്ധിക്കും. കുളിയുടെ പ്രാധാന്യം പറയാം. കുളി, ഒരാള് വെള്ളിയാഴ്ച രാവിലെ എണീക്കുക, എന്നിട്ട് ഫഗത്തസല കുളിക്കും. എത്ര കൂലി കിട്ടും? അര ദിവസത്തെ ജോലിയുണ്ട്. ഒരു കൊല്ലത്തെ കൂലി കിട്ടുന്ന പണി. ഒരാൾ അതിരാവിലെ എണീക്ക വെള്ളിയാഴ്ച, എന്നിട്ട് ഫഗത്തസല ശരിക്ക് കുളിക്കാം. എന്നിട്ട് ഏറ്റവും വെണ്മയാർന്ന വസ്ത്രം ധരിക്കുക. എന്നിട്ട് അത്തർ പുരട്ട. അവന്റെ കയ്യിൽ അത്തർ ഉണ്ടെങ്കിൽ പുരട്ട. അവന്റെ കയ്യിൽ അത്തർ ഇല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ ഏതെങ്കിലും വല്ല അത്തർ ചെപ്പ് ഉണ്ടെങ്കിൽ അതിനൊന്ന് തോണ്ടിയെടുത്തില്ലെങ്കിലും ഏക്ക്. ഭാര്യയുടെ കയ്യിൽ മിക്കവാറും അവന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഭാര്യയുടെ കയ്യിൽ ഉണ്ടാവും, അതെടുത്തൊന്ന് തേക്ക്. എന്നിട്ട് നടക്കുക. പള്ളിയിലേക്ക് വാഹനം കയറരുത്. വലം എറുക്കവ്, വാഹനം കയറാൻ പാടില്ല, നടക്കുക. എന്താ പറഞ്ഞത്? ഇതിലെന്താ മനുഷ്യന്മാരെ ആരോഗ്യമല്ലേ ഈ പറഞ്ഞോക്കെ. പള്ളിയിൽ പോവുക, എന്നിട്ട് ളുഹ്ർ വരെ ജുമുഅ വരെ പള്ളിയിൽ ആരാധന ചെയ്യുക. എന്നിട്ട് ഇമാമിലേക്ക് അടുത്തു നിൽക്കുക. ഇമാമിന്റെ തൊട്ടടുത്ത് നിസ്കരിക്കാൻ നിൽക്കുക. അതിരാവിലെ ചെന്നിട്ടുണ്ട്. ഉച്ചയോടുകൂടെ പണി കഴിഞ്ഞു എങ്കിൽ ലഹു അജ്റു സനത്തിൻ, ഈ ഒരു കുളി കൊണ്ടും ഈ ഒരു അത്തർ പുരട്ടലും നടത്തമടക്കമുള്ള പണി കൊണ്ട് ലഹു അജ്റു സന, അവന് ഒരു കൊല്ലത്തെ കൂലി ലഭിക്കും. ഖിയാമിഹാ വസിയാമിഹാ. എവിടെ ഹദീസ്? അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. 4 മുഹദ്ദിസുകളും ഈ ഹദീസ് രേഖപ്പെടുത്തി. ഒന്നും റഹ്മത്തുള്ള വെറുതെ പറയില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അതിരാവിലെ എണീറ്റിട്ട് കുളിക്കാം, അത്തർ പുരട്ട. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവന് പോവാനും ഇല്ലാത്തവന് വരാതിരിക്കാനും വേണ്ടി നടക്കുക. പള്ളിയിൽ പോവുക, പരമാവധി നടക്കാൻ കഴിയുന്ന പള്ളിയിൽ പോവുക. അത്ര ദൂരം താമസിക്കുക, നടക്കുക, പള്ളിയിൽ പോവുക. എന്നിട്ട് ആരാധനകൾ ചെയ്യുക, ഇമാമിന്റെ അടുത്ത് നിൽക്കുക. ജുമുഅ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പോന്നാൽ ലഹു അജ്റു സനത്തിൻ, അവന് ഒരു കൊല്ലത്തെ കൂലി ലഭിക്കും. ഒരു കൊല്ലം നോമ്പ് നോറ്റതും ഒരു കൊല്ലം രാത്രി തഹജ്ജുദ് നമസ്കരിച്ചതുമായ കൂലി ലഭിക്കുമെന്ന് പുണ്യനബി. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞാൽ വലിയ കാര്യ. കുളിച്ചാലും പോരാ, കുളിക്കുമ്പോൾ കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ മുഹമ്മദ്
വിരലുകളൊക്കെ ഒന്ന് ശരിക്ക് അതിൻ്റെ ഉള്ളിൽ ചളി ഉണ്ടാവും. എൻ്റെ നഖം ഇതും വിരലും ഒക്കെ ശ്രദ്ധിച്ച് നോക്കണം, ഒന്നും ഉണ്ടാവരുത്. അതിപ്പോഴാണ് നമ്മളെ ആരോഗ്യവകുപ്പ് സർക്കുലർ വെക്കാൻ തുടങ്ങിയിട്ട്. ഇത് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഇവിടെ ഉണ്ടാവരുത്, ഇവിടെ ചളി ഉണ്ടെങ്കിൽ മലക്കൾ വെറുക്കും. ഇവിടെ ചളി ഉണ്ടാവരുത്, നാശം ഉണ്ടാവരുത്, വൃത്തികേടുണ്ടാവരുത്. കാലൊക്കെ ശ്രദ്ധിക്കണം, ഓരോ കാലും വേറിട്ട് ഉരച്ചെടുക്കണം ഓരോന്ന്. വിരലുകൾ പ്രത്യേകം നോക്കി, അതിന്റെ മടക്കുകൾ പ്രത്യേകം നോക്കി അതിനെ പ്രത്യേകം ശുദ്ധീകരണം വലിയ ശുദ്ധിയാണ്. ശുദ്ധിയാകട്ടെ ഈമാനിലേക്ക് കൂട്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് വിരലിനെ അകറ്റി വൃത്തിയായി കഴുകണമെന്ന് മുഹമ്മദ് നബി. എന്തൊക്കെയാ പറയുന്നത്? വിരലുകൾ ശുദ്ധീകരിക്കണം, നഖം ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം. മുടിയുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ന സ്വഹാബിയെ തൊട്ട് ഒരാൾ പ്രവാചകന്റെ അരികിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുടിയൊക്കെ അയാൾക്കുണ്ട്, എന്നാ ഒന്നിങ്ങനെ മുടിയൊക്കെ ഒരു പ്രത്യേക കോലത്തിൽ ഒരാൾ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നു. റസൂൽ കൈകൊണ്ട് ഇഷാറത്താക്കി ഒന്ന് ആംഗ്യം കാണിച്ചു, തലയിലേക്ക് ഒന്നിങ്ങനെ കാണിച്ചു. ആ മുടി ഒന്ന് വൃത്തിയാക്കുക എന്ന വിധത്തിൽ പറഞ്ഞു. തലയിലേക്കൊന്ന് ചൂണ്ടി, അതുകൊണ്ട് മനസ്സിലാക്കാം മുടി നന്നാക്കാനാ പറഞ്ഞത്. അയാൾ മുടി ചീകി ഒതുക്കാൻ വേണ്ടി എണീറ്റ് പോയി ചീകി ഒതുക്കി വൃത്തിയായിട്ട് വീണ്ടും വന്നിട്ട് മുഹമ്മദ് നബിയുടെ സദസ്സിലിരുന്നു. അപ്പൊ ഹബീബായ നബി പറഞ്ഞു, അലൈസ ഖൈറൻ, ഇതല്ലയോ നല്ലത്, മിന്നൈ യഅതി അഹദുകും സായിറ റഅസി വഹുവ ശൈത്താൻ, ഒരു ശൈത്താന്റെ കോലത്തിൽ ഇവിടെ വന്നിരിക്കലിനേക്കാൾ നല്ലത് ഒന്ന് മൂടി ചീകി ഒതുക്കി വന്നിരിക്കലല്ലേ എന്ന് മുഹമ്മദ് നബി. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അതിനവൻ ആദരിക്കുകയും ചീകി ഒതുക്കുകയും വേണമെന്ന് മുഹമ്മദ് നബി. ശുചിത്വം, വൃത്തി, അടക്കം, അച്ചടക്കം, നീതി. നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരമായ ശൈലിയിലുള്ള ശരീര സംവിധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഞാൻ വിശദീകരിക്കുന്നതിന് ഒരുപാട്. ഹബീബായ നബി പറഞ്ഞു അശ്റും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ഓരോ ശരീരവും കർശനമായി പുലർത്തേണ്ടതാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. 10 കാര്യങ്ങൾ ഓരോ ശരീരവും കർശനമായി പുലർത്തേണ്ടതാണ്. 10 കാര്യം. ഒന്ന്, കസ്സുശാരിബി. മീശ വെട്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? മീശ വെട്ടി താടി പോലെയല്ല മീശ വെട്ടിയിട്ടില്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനും ഒരംശം അതിൽ പറ്റിപ്പിടിക്കും. ഈ പുറത്തിട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെ അംശങ്ങളിൽ സ്വാഭാവികമായും ഭക്ഷണം തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയകൾ വരും. ശ്രദ്ധിക്കണം. ഇതോടുകൂടിയാകും അടുത്ത ഭക്ഷണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മീശ അധികരിക്കുന്നത് രോഗത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെന്താ ഒന്നും മൂളാത്തത്? എനിക്കറിയാം, നമുക്ക് വലിയ മീശക്കാരാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ തടി പറ്റാത്ത ഖുർആനും ഹദീസും ആരോഗ്യമൊക്കെ മതി എന്നുള്ളതാണ്. ഓരോ ശരീരവും 10 കാര്യങ്ങൾ കർശനമായി പാലിക്കണം. ഒന്ന്, കസ്സുശാരിബി, ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്നത് വരെ വെട്ടണം എന്ന് ആണ് ഏറ്റവും ഈ വിഷയത്തിലെ കുറഞ്ഞ നിയമം, കർശനമായ നിയമം. ഒന്നുകൂടി വിശാലമായി ചിന്തിച്ച ചില പണ്ഡിതന്മാർ പറയുന്നത് അതും പോരാ, പൂർണ്ണമായി വെട്ടി അടയാളമല്ലാത്ത ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. 2 തരമാണ് മീശ വിട്ടന്നവൻ. ഒരു ഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം മീശ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്ന ഒരടയാളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, വെട്ടണം, അങ്ങനെ അത്ര വെട്ടണം. ഒരു ഭാഗം പണ്ഡിതന്മാർ ലളിതകൾ അനുസരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വെട്ടണം, പക്ഷേ എത്ര മതി? ഹുമറത്തുശഫത്തൈൻ, ചുണ്ടിന്റെ ഈ ചുവപ്പ് പ്രത്യക്ഷമാകുന്നവരെ. എന്താ അങ്ങനെ ചെയ്തത്? അങ്ങനെയാവുമ്പോൾ ചുണ്ട് ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, സ്വാഭാവികമായും ഭക്ഷണ പദാർത്ഥം അതിലേക്ക് കയറൂല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചില വെള്ളം കുടിക്കുന്നവർക്കൊക്കെ ഇനി വെള്ളത്തിൽ വല്ല പൊടിപടലങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്ത് മതി? മീശ മതി. ഇങ്ങനെ ഒരു അരിപ്പയുടെ ഗുണം ചെയ്യും. എന്ത്? കള്ളുകൂടിയമാർക്കാണത് വല്ലാതെ കാണുന്നത്, ഇത്ര വലിയ മീശകളൊക്കെ. ഇതൊക്കെ രോഗമാണ്.
നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ മെഡിക്കൽ വിഭാഗം രോഗത്തിന് പ്രതിരോധം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആദ്യം നീ നിന്നെ പറ്റി പഠിക്കുക. എന്തൊക്കെ ചെയ്യേണ്ടത്? രോഗത്തിന് ഗോഡൗൺ നീ തന്നെയാണ്. അത് നീ. ഇതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക. ഓരോന്നും പറയാം. ഒന്ന് താടി വളർത്തുക. രണ്ടാമത്തെ കാര്യം താടി വിടുക, മീശ വിട്ട്. 2 താടി ഉണ്ടാവുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സിവാക്കും വായ ശുചീകരണം നടത്തുക. 3. 4 വൽ ഇസ്തിൻഷാഖു മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് സദാസമയവും മൂക്ക് വൃത്തിയാക്കുക. ശരിക്ക് അതിരാവിലെ വൃത്തിയാക്കുമ്പോൾ അതിരാവിലെ എണീറ്റിട്ട് മൂക്ക് വൃത്തിയാക്കിയാൽ നന്നാക്കി ശക്തി കൂട്ടണം. ഒരു ഹദീസിൽ പറഞ്ഞ് ഇന്ന ശൈത്താന യബീതു അലാ ഖൈശുമിഹി, പിശാച് അവന്റെ തരിമൂക്കിന്റെ അവിടെ രാത്രി ഉറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിനെ പുറത്തേക്ക് എറിയുന്ന രൂപത്തിൽ ചീറ്റണം. പിശാച് മാത്രമല്ല പോവുക, വൃത്തികളൊക്കെ ആ ഭാഗം മുഴുവൻ. ഇവിടെ വൃത്തിയായി കഴിഞ്ഞാൽ തലച്ചോറിന് നല്ല സുഖം ഉണ്ടാവും. മറ്റേ ഇവിടെ എന്തെങ്കിലും കെട്ടിക്കിടന്നാൽ തലച്ചോറ് ഒരിക്കലും വർക്കില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യൻ പറയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഇതുണ്ടായ രോഗം ഉണ്ടാവും? വായയിൽ വെള്ളമാക്കിയിട്ട്, എപ്പോഴും വായയിൽ വെള്ളമാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കണം എപ്പോഴും. പിന്നെ നഖം വെട്ടിയെടുക്കണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നഖം വെട്ടിയെടുക്കണം. വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം. വസ്ത്രം പഴയതായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ കഴുകണം. കച്ചരോമത്തെ ഒഴിവാക്കണം. ഗുഹ്യരോമത്തെ കളയുകയും വേണം. മൂത്രമായാൽ മൂത്രം ശരീരത്തിൽ കളയാതെ ആവാതെ മൂത്രത്തെ ഒഴിവാക്കണം. 10 കാര്യം. ഒന്നും കൂടി ഞാൻ പറയാം. 1 കസ്സുഷാരിബി, വിഷവിട്ട. 2 ഇഅഫാഉൽ ലഹ്യ, താടി ഒഴിവാക്കുക, താടി പിടിക്കാതിരിക്കുക. 3 വസിവാക്കും, പരിസര ശുചീകരണം. ഞാൻ പറയാം. നേരെ വൈകോ? സമയമായിരുന്നു. പറയാം. വ്യക്തി ശുദ്ധീകരണം. ഞാൻ പരിസര ശുദ്ധീകരണത്തേക്ക് വരികയാണ്. ആ വിഷയങ്ങൾ അങ്ങോട്ട് വരികയാണ്. ഇഷ്ടംപോലെ പറയാം, ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരു ദിവസം ഒന്നും പറഞ്ഞാൽ പോലത്തെ വിഷയമല്ല. പിന്നെ ഒരു വിഷയം പറയുമ്പോൾ അതിനോട് ആത്മാർത്ഥത പുലർത്താൻ എൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. മൂന്നാമത്തെ കാര്യം മിസ്വാക്ക് ചെയ്യാം. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, വായാൽ ശുദ്ധീകരിക്കുക, നഖം വെട്ടിയെടുക്കുക. കൃത്യമായും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നഖം വെട്ടിയെടുക്കണം. വസ്ത്രം എപ്പോഴും ശുദ്ധീകരിക്കണം. കച്ചരോമം ഒഴിവാക്കണം, ഗുഹ്യരോമം ഒഴിവാക്കണം. അതേപോലെ തന്നെ 40 ദിവസത്തേക്കാൾ കൂടുതൽ ഒരാൾ കച്ചരോമവും ഗുഹ്യരോമവും തൻ്റെ ശരീരത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. നിർബന്ധമായി വളരെ ചിന്തിക്കണം. ചില ആളുകളൊക്കെ ഒന്ന് കൈ പൊക്കിയാൽ കാണാൻ പറ്റില്ല. കൈ പൊക്കിയാലൊന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഈ കച്ചരോമങ്ങൾക്കിടയിൽ ഈ മാലിന്യങ്ങളും ചളി ഇങ്ങനെ വന്നുകൂടും. കണ്ടാലും വളരെ പെർഫ്യൂം ഉണ്ടാവും പുറത്ത്. അതല്ല ഇസ്ലാം. വൃത്തിയും ശുദ്ധിയും പൂർണ്ണതയും. അഴുക്കുള്ള സാധനങ്ങൾ അവനിൽ ഒരു നിലക്കും ഒരുമിച്ച് കൂടാൻ പാടില്ല. വസ്ത്രത്തിന്റെ ശുദ്ധി അതിപ്രധാനമാണ്. പുണ്യനബിയോട് അല്ലാഹു തആല പ്രബോധനത്തിന് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ ആദ്യമായി പറഞ്ഞത് യാ അയ്യുഹൽ മുദ്ദഥിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. നബിയെ, എണീറ്റ് നിങ്ങൾ പ്രബോധനം ചെയ്യൂ. അതിന് വേണ്ടത് നിങ്ങൾ നമസ്കരിക്കുകയും വസിയാബക ഫതഹ്ഹിർ, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം. വസ്ത്രശുദ്ധി ശുദ്ധീകരിക്കണം. പ്രബോധകന് സമൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവൻ വ്യക്തിയുടെ വസ്ത്രം ശുദ്ധിയാക്കപ്പെടണം. ഒന്ന് അയാളിലേക്ക് ജനങ്ങൾ അടുക്കാനും ജനങ്ങളിലേക്ക് അയാൾക്കടുക്കാനും അത് മാധ്യമമാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ പ്രബോധനം നടത്തൂ. പ്രബോധനത്തിനൊരു സമ്മേളനം ഉണ്ടാക്കുന്നല്ല പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദഥിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. ഞാൻ വിശദീകരിക്കുന്നു. വ്യക്തിപരമായ ശുദ്ധി ഇനിയും പ്രധാനമാണ്.
പള്ളിയിൽ വരുന്നവർക്ക് വ്യക്തിപരവും ശാരീരികവും വസ്ത്ര സംബന്ധിയുമായ എല്ലാവിധ ശുദ്ധിയും ഉണ്ടാകേണ്ടതാവുന്നു. يخافون يوما تتقلب فيه القلوب والأبصار. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ مسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا. ശുദ്ധിയായി ഇഷ്ടപ്പെടുന്നവരാണ് പള്ളിയിൽ വരേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. ഞാൻ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, വഴിവക്കിൽ നിന്ന് ഈ വളരെ ചിന്തിക്കണം. ഈ ആരോഗ്യം വിളിച്ചു പറയുന്നവർക്ക് തന്നെ ഇല്ലാത്ത ചില മര്യാദകൾ. ആരോഗ്യത്തെ കുറിച്ച് പറയുന്നവർ ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ. പക്ഷെ അവർ സൂക്ഷിക്കാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ഈ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ മൂത്രിക്കും. ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്തറു അദാബിൽ ഖബരി മിനൽ ബൗലി. ഖബർ ശിക്ഷയിൽ കൂടുതലും മൂത്ര സംബന്ധിയാകുന്നു. മൂത്രത്തിനെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടും മൂത്രം വസ്ത്രത്തിലാവുന്നത് കൊണ്ടുമാണ് കൂടുതലും ഖബർ ശിക്ഷ ഉണ്ടാവുകയാണ് എന്ന് ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒരു തുള്ളി മൂത്രം പോലും വസ്ത്രത്തിലാവാൻ പാടില്ല. പള്ളിയിൽ അടുത്ത കാലത്ത് ചട്ടി വെച്ച ഒരു ഏർപ്പാടുണ്ട്. ചില പള്ളികളിലൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഗുണം ഇല്ലേ? ഇപ്പോൾ ചട്ടി എടുത്തു പോകാൻ തുടങ്ങി, നന്നായിട്ടുണ്ട്. അതിനുവേണ്ടി എന്താ മൂത്രപ്പരിയുടെ ഒരു ഭാഗത്ത് അതിനുവേണ്ടി ഫാൻസ് ഇട്ട് വന്ന ആളുകൾക്ക് മൂത്രിക്കാൻ എന്തായാലും പ്രത്യേക സൗകര്യമാണ് ചെയ്താൽ എന്തിനാ ഈ ചട്ടി വെക്കുന്നത്? ചട്ടി വെച്ചാൽ പൂർണ്ണമായും പലപ്പോഴും അവന്റെ മൂത്രം പുറത്തു പോവില്ല. എന്നിട്ട് ആ മൂത്രം പിന്നെ അല്പാൽപമായി അവന്റെ വസ്ത്രത്തിലേക്ക്, അത് മതിയാകും അവന്റെ ഖബർ ശിക്ഷക്കെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചട്ടി വെക്കേണ്ടതില്ല. ഇത് അബദ്ധമല്ലേ ഈ ചെയ്തതൊക്കെ? ആരോ ചട്ടി വെച്ച് നമ്മൾ ചെയ്യാം. നമ്മളത് അബദ്ധമല്ല ചെയ്തത്. ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത്. മാത്രമല്ല ഇടഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. അത് കൂടുതൽ അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തു പോകാൻ കാരണമാകുമെന്ന് മുഹമ്മദ് നബി. എന്തുകൊണ്ട്? അത് കഴിഞ്ഞാൽ വസ്ത്രം പൂർണ്ണമായും ശുദ്ധിയാവണം. ഇസ്തിബ്റാ ചെയ്യണം. മൂത്രത്തിന്റെ അവസാനത്തെ തുള്ളി പുറത്തു പോകാതെ നീക്കാൻ പാടില്ല. ഈ ആരോഗ്യമൊക്കെ പ്രസംഗിക്കുന്നവർക്ക് തന്നെ ഇല്ലാത്ത ഒരു കാര്യം ഈ പറയും. അതിന്റെയും അപ്പുറത്താണ് 1400 കൊല്ലത്തെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഇന്നത്തെ വിശുദ്ധന്മാർ അവിടുന്ന് പഠിക്കാൻ തുടങ്ങും. അവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. പുണ്യ നബി പറഞ്ഞു, عن شفيع بن معنع الأسجعي قال قال رسول الله صلى الله عليه وسلم أربعة يؤذون أهل النار. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. 4 വിഭാഗം ആളുകൾ നരകക്കാരെ പോലെ ബുദ്ധിമുട്ടാക്കും. 4 വിഭാഗം, ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 4 വിഭാഗം ആളുകൾ നരകക്കാരെ പോലെ ബുദ്ധിമുട്ടാക്കും. അവരെ പരിസരത്ത് കിടന്ന നരകവാസികൾക്ക് വരെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. മുമ്പ് ഒരാൾ പറഞ്ഞു, തല്ലുകൊള്ളുന്നിടത്ത് ഒരു സുഖമില്ല എന്ന് പറഞ്ഞതുപോലെ. അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട്. തല്ലുകൊള്ളാണെങ്കിലും അതിനൊരു സുഖം വേണ്ടേ എന്നൊരു പ്രയോഗമുണ്ട്. എന്നതുപോലെ നരകത്ത് കിടക്കാൻ ഒരു സുഖമില്ലാതെയോ. കാരണം അവരെ പരിസരത്തുള്ള 4 വിഭാഗം ആളുകൾക്ക് അവരെ കൊണ്ട് ശല്യം. ഈ 4 വിഭാഗത്തെ പറ്റി ഹബീബായ നബി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കില്ല. 1 റജുലുൻ കൊടല് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ്? അവന്റെ കൊടൽ പുറത്തു ചാടിയ ശിക്ഷയാണ് അവന്. അവനെ ശിക്ഷിക്കപ്പെടും, അവനെ വഷളാക്കപ്പെടും. മഹ്ശറുള്ള ആളുകൾ മുഴുവനും നോക്കി നിൽക്കവേ അവൻ വഷളത്തരത്തിൽ. അവൻ മഹ്ശറിൽ വരുമ്പോൾ അവന്റെ കൊടൽ പുറത്തേക്കും. മറ്റൊരു നരകത്ത് പോയിട്ടാണ് നാശാവുക, ഇവൻ മഹ്ശറിൽ തന്നെ നാശാവും. ആരാണത്? ജീവിതകാലത്ത് മാലിന്യം സൂക്ഷിക്കാത്തവനാണ്. സ്വന്തം തടിയിലേക്ക് മുദ്രിച്ചവനാണ്. ശരീരത്തിന്റെ ശുദ്ധിയെ സൂക്ഷിക്കാത്തവനാണ്. വസ്ത്രത്തിന്റെ ശുദ്ധിയും. മനസ്സിലാവുണ്ടോ? ഇവന്റെ പരിസരവാസികൾക്ക് ഇവനെ കൊണ്ട് ശല്യം ഉണ്ടാവും എന്ന് മുഹമ്മദ് നബി തൊബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇനി പരിസര ശുദ്ധീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഇത് പറഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. ഞാൻ അവിടെ അർത്ഥവിരാമം ചെയ്യാണ്. ബാക്കി ഇപ്പം പറയാനില്ല, ഒന്നും പറയാം. ഇനി നമുക്ക് വീട് പരിസരം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ. അല്ലാഹു നല്ലവനാണ്, നല്ലത് മാത്രം ഇഷ്ടപ്പെടുന്നവനാണ്. സുന്ദരനുമാണ് അല്ലാഹു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുന്ദരനും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ്, നല്ലവനും നല്ലതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അല്ലാഹു വൃത്തിയുള്ളവനാണ്, ശുദ്ധിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, വൃത്തിയും ശുദ്ധിയും താല്പര്യമുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീടുകളെ ശുദ്ധീകരിക്കുവീൻ. വീട് ശുദ്ധീകരിക്കും. ഹബീബാ റസൂൽ പറഞ്ഞു, മാലിന്യ കൂമ്പാരമുള്ള വീട്ടിലേക്ക് മലക്കുകൾ അടുക്കാത്ത വീടുകളാണ്. കൽബുനാഖൂർ, കടിക്കുന്ന നായുള്ള വീട്ടിൽ മലക്ക് വരികയില്ലാണ് പുണ്യനബി. കടിക്കുന്ന മലക്കുള്ള നായുള്ള വീട്ടിൽ മലക്ക് വരില്ല. 1. 2, ഒരു വീട്ടിൽ ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റായ ചിത്രങ്ങളുള്ള വീട്, ആ വീട്ടിലും മലക്ക് വരില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഫോട്ടോ എന്ന് പറയുന്നത് തനി ഇന്നത്തെ നമ്മുടെ ഫോട്ടോ ആണെന്നും അതല്ല, അത് കയ്യിൽ തടയുന്ന ഫോട്ടോ ആണെന്നും അഭിപ്രായമുണ്ട്. അതാണ് പ്രധാന അഭിപ്രായം. മനസ്സിലായത് നിങ്ങൾക്ക്? ഇന്നത്തെ നമ്മുടെ ഈ പത്ര കട്ടിങ്ങളിൽ കാണുന്ന ഫോട്ടോ അല്ല, ഇങ്ങനെ തുന്നി ഉണ്ടാക്കുന്ന ഫോട്ടോകൾ, അതേപോലെ തന്നെ തൊട്ടാൽ തടയുന്ന ചില ബിംബങ്ങളെ പോലെയുള്ള ഫോട്ടോകളൊക്കെയാണ് ഉദ്ദേശം എന്നാണ് പ്രധാന അഭിപ്രായം. പിന്നെയോ അതേപോലെ തന്നെ മലക്കുകൾ വരാത്ത വീട്, പരിസര ശുദ്ധീകരണമില്ലാത്ത വീടുകൾ, മലക്കുകൾ അടുക്കാത്ത വീടാകുമെന്ന് മുഹമ്മദ് നബി. പരിസരത്ത് മാലിന്യമുണ്ടോ, ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരില്ല. ഉള്ളി കൊടുത്തയച്ചപ്പോൾ മുഹമ്മദ് നബി കഴിച്ചില്ല. അരീസ് ഒരു വീട്ടിൽ നിന്ന് കൊടുത്തയച്ചു. അരീസ് എന്നൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണം ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഇങ്ങനെ പുറത്തിങ്ങനെ ഉള്ളി വെട്ടിയിടും. അത് കൊടുത്തയച്ചപ്പോൾ മുഹമ്മദ് നബി കഴിച്ചില്ല. ആ സ്വഹാബി ഓടി വന്ന് നബിയോട് പറഞ്ഞു, നബി എന്റെ ഭക്ഷണം ഹറാമായത് കൊണ്ടാണ്. ഇല്ല, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ജിബ്രീലിനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. ഉള്ളി കഴിക്കാറുണ്ടായിരുന്നില്ല മുഹമ്മദ് നബി. ഉള്ളി പോലെയുള്ള ഒരു മരത്തിൽ നിന്ന് കഴിക്കട്ടെ, ഒരു സാധനം കഴിക്കട്ടെ എന്ന് സ്വഹാബികൾ, വിഷന്ന് പൊരിഞ്ഞ സ്വഹാബികൾ പുണ്യനബിയോട് ചോദിച്ചപ്പോ പറഞ്ഞു, കഴിച്ചുകൊള്ളൂ, പക്ഷേ ലാ യഖുർബന്ന മസ്ജിദനാ, വൃത്തികെട്ട വാസനയുള്ളവൻ പള്ളിയിലേക്ക് വരരുത് എന്ന് മുഹമ്മദ് നബി. വീടും പരിസരവും പള്ളിയും ഒക്കെ എവിടെയും ശുദ്ധിയാണ്. അങ്ങനെയാണ്. വീടിന്റെ ഉൾഭാഗം നിങ്ങൾ ശുദ്ധീകരിക്കണം. നിങ്ങൾ യഹൂദികളെ പോലെ ചെയ്യരുത്. ശ്രദ്ധിക്കണേ. എന്താ യഹൂദികളെ പോലെ ചെയ്യരുത്? അവർ അവരുടെ അടിച്ചുകൂട്ടിയ വൃത്തികേട് മുഴുവൻ ഒരു മൂലയിൽ കൂട്ടി വെക്കും. അത് അവരുടെ സ്വഭാവമാണ് മുഹമ്മദ് നബി. അഥവാ അത് യഹൂദികൾ മാത്രമല്ല, ആര് ചെയ്താലും അത് അബദ്ധമാണ്. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? അടിച്ചുകൂട്ടി മുഴുവനും വൃത്തികേട് അടിച്ചുകൂട്ടിയിട്ട് ഒരു മൂലയിലേക്ക് കൂട്ടി വെക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് നബി. വളരെ ചിന്തിക്കണം. വീടും പരിസരവും ശുദ്ധിയായിരിക്കണം. വളരെ മനോഹരമാണ്. എവിടെ ചിന്തിക്കണം. പരിസരത്തെക്കുറിച്ച് പറയുകയും വേണ്ട. ഹബീബാ നബി പറഞ്ഞു ശാപം വരുന്ന 2 സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുവേൻ. ഏതാണ് ശാപം വരുന്ന 2 സ്ഥലമെന്ന് പുണ്യനബിയോട് ചോദിച്ചു. പരിസര ശുചീകരണത്തിന്റെ കാര്യമാ പറയുന്നത്, ശ്രദ്ധിക്കണം. ശാപം വല്ലാതെ ശാപം വരുന്ന 2 സ്ഥലം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് നബി. അപ്പോൾ ചോദിച്ചു, ഏതാണ് ശാപം വരുന്ന 2 സ്ഥലമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്, വഴിയിൽ കാറ്റിക്കുക, മൂത്രിക്കുക, ഔ ഫീ ളില്ലിഹിം, മനുഷ്യരിയ്ക്കുന്ന തണലുകളിലും. ആറ്റിക്കൽ, മൂത്രിക്കൽ അഥവാ മനുഷ്യന് വൃത്തികെട്ട വാസനയുണ്ടാക്കുന്ന കാര്യങ്ങൾ, വഴിയിലേക്ക് വൃത്തികെട്ട വാസന വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇസ്ലാമിക വിരുദ്ധവും ശാപമേൽക്കുന്ന കാര്യവുമാണെന്ന് മുഹമ്മദ് നബി. കോഴിക്കോട്ടെ മാലിന്യ കൂമ്പാരമായ നെളിയമ്പറമ്പ് മനുഷ്യന്റെ ശാപമേൽക്കുന്ന മനുഷ്യൻ മാത്രമല്ല, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ. നെളിയമ്പറമ്പ് ശാപമുള്ള കാര്യമാണ്.
ഞെളിയമ്പറമ്പിനെ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് 1400 കൊല്ലം മുമ്പ് നഗരവൽക്കരണം വരാത്ത കാലഘട്ടത്തിൽ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു. അന്ന് നഗരവൽക്കരണം സത്യത്തിൽ ഇല്ല. അന്ന് പറഞ്ഞിട്ടുണ്ട്. നഗരവൽക്കരണത്തിന്റെ കെടുതി നഗരമുണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞവനാണ് മുഹമ്മദ് നബി. ചിന്തിക്കണം മനുഷ്യന്മാരെ, ഈ മതം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല.